നമസ്കാരം സുഹൃത്തുക്കളെ, കറണ്ട് അഫയേഴ്സിന്റെ ജൂൺ മാസത്തെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പത്രവാർത്തകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ആകുക കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം. പിന്നെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടിയിട്ടൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നോക്കാം, നമ്മൾ 34 ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തു. ഇനി അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് ജയം ഏതാണ്? അഫ്ഗാനിസ്ഥാനെതിരായ മുല്ലൻപൂർ ടെസ്റ്റിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് ജയം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പുതിയ പേര്. കാരണം നമ്മളിപ്പോ ഇതുവരെ എന്താ പറഞ്ഞത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് പറഞ്ഞത് അല്ലെ. ഇപ്പൊ എന്താണ് അതിന്റെ പുതിയ പേര് മാറ്റി? എന്താണ്? വികസിത ഭാരതം VBG റാംജി പദ്ധതി എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. VBG റാംജി പദ്ധതി കേട്ടോ. അപ്പൊ VB എന്താ? വികസിത ഭാരതം. പിന്നെ G അവിടെ ഉണ്ട്, പിന്നെ റാം ഉണ്ട്, പിന്നെ G. VB ചിലപ്പോൾ ഫുൾ ഫോം ഒക്കെ ചോദിച്ചു വരാം. VBയുടെ ഫുൾ ഫോം എന്താന്നൊക്കെ ചോദിച്ചു വരാം. അപ്പൊ വികസിത ഭാരതം എന്നാണ് കേട്ടോ. അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ ചന്ദ്ര ഉപരിതലത്തിൽ ഇറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നാസയുടെ സ്വപ്ന ദൗത്യമായ ആർട്ടമിസ് 3 പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ്? ആന്ദ്ര ഗഡസ്, ലൂക്ക പാർമിറ്റാനോ, റാൻഡി ബ്രസ്നിക്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ്. ആന്ദ്ര ഗഡസ്, ലൂക്ക പാർമിറ്റാനോ, റാൻഡി ബ്രസ്നിക്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നാസയുടെ സ്വപ്ന ദൗത്യമാണ് ചാന്ദ്ര ദൗത്യമാണ് ആർട്ടമിസ് 3. കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ആരാ? ടി സിദ്ദിഖാണ്. കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന മാനകം ഏതാണ്? ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന അതേതാണ്? റിക്ടർ സ്കെയിലാണ് അല്ലെ. ഇതൊക്കെ ഇടയിൽ കൂടെ ഒരു നോട്ടാണ് കേട്ടോ. റയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുത്തത് ആരെയാണ്? ഫ്ലോറന്റിനോ പെരസിനെയാണ് റയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുത്തത് ഫ്ലോറന്റിനോ പെരസ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് പ്രിയദർശിനി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി ഏറ്റവും കൂടുതൽ ദിനങ്ങൾ പ്രധാനമന്ത്രി പദം വഹിച്ച റെക്കോർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ടി പത്മനാഭന്റെ പുതിയ കഥാസമാഹാരം ഗസയിലെ കുട്ടികൾ. ടി പത്മനാഭന്റെ പുതിയ കഥാസമാഹാരം ടി പത്മനാഭന്റെ ആണ് ഗസയിലെ കുട്ടികൾ. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ തുരങ്കമാണ് സോജില തുരങ്കം. 13 കിലോമീറ്റർ ആണ് കാശ്മീരിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന. ഫിഫ വേൾഡ് കപ്പ് 2026 നടന്നത് എവിടെയാണ്? രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫിഫ വേൾഡ് കപ്പ് നടന്നത്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. പഠിച്ചു വെക്കണേ, 3 രാജ്യങ്ങളിലായിട്ടാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ. ആ ഫുട്ബോളിന്റെ പേരെന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. താഴെ ഒന്ന് കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ആദ്യമായിട്ടാണ് 3 രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്നത്. 48 ടീമുകളാണ് പങ്കെടുക്കുന്നത് കേട്ടോ. അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12 എന്ന് പറയുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 12. ജൂൺ 8 എന്താ? ലോക സമുദ്ര ദിനം. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരം ബാഴ്സലോണയിലെ ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരമാണ് ബാഴ്സലോണയിലെ ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കേരളത്തിൽ ആദ്യമായിട്ട് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഏത് വർഷത്തിലാ? 2018. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. തപാൽ വകുപ്പിന്റെ RMS വിഭാഗം കേരളത്തിൽ അവസാനിപ്പിക്കുന്നു. RMSന്റെ പൂർണ്ണ രൂപം എന്താണ്? റെയിൽവേ മെയിൽ സർവീസ്. തപാൽ വകുപ്പ് എന്ത് ചെയ്യുന്നു? RMS വിഭാഗം കേരളത്തിൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കേരളത്തിലാണ്. RMS പറഞ്ഞാൽ റെയിൽവേ മെയിൽ സർവീസ് ആണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതാണ്? മേപ്പിൾ, സായു, ക്ലച്ച്. അപ്പോൾ 3 രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു. അമേരിക്ക, കാനഡ, മെക്സിക്കോ. കപ്പിന്റെ പേര് പഠിച്ചു. ട്രയോണ്ട്. ഞാൻ ഫുട്ബോളിന്റെ പേര് പറഞ്ഞു. ട്രയോണ്ട അല്ലെ. നിങ്ങളോട് താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ തന്നെ അറിയാതെ പറഞ്ഞുപോയി.
ഓക്കെ, ഇനി എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 48 രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ജൂൺ 11 ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഭാഗ്യചിഹ്നങ്ങൾ മേപ്പിൾ, സായു, ക്ലച്ച് കേട്ടോ. മേപ്പിൾ, സായു, ക്ലച്ച് ആണ് ഭാഗ്യചിഹ്നങ്ങൾ. അർജുന പുരസ്കാരവും ദ്രോണാചാര്യ പുരസ്കാരവും നേടിയ അപൂർവ ബഹുമതിക്ക് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ജസ്പാൽ റാണ. അർജുന പുരസ്കാരവും ലഭിച്ചു, ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു കേട്ടോ. ജസ്പാൽ റാണ. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആരാ? കെ മുരളീധരനാണ്. കെ മുരളീധരൻ. ദേവസ്വം വകുപ്പും കൈകാര്യം ചെയ്യുന്നതും കെ മുരളീധരനാണ്. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ, അതായത് 1,00,000 കോടി ഡോളറിലധികം ആസ്തിയുള്ള വ്യക്തിയാണ് ട്രില്യണയർ എന്ന് പറയുന്നത്. എന്ന നേട്ടം സ്വന്തമാക്കിയ സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും സ്ഥാപകൻ ഇലോൺ മസ്ക്. ഈശ്വര, ഒരു വിഹിതം അല്ലേ, 1% ഞങ്ങൾക്ക് തന്നെങ്കിൽ അല്ലേ, ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടണോ അല്ലേ. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ എന്ന നേട്ടം സ്വന്തമാക്കിയ സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും സ്ഥാപകനാണ് ഇലോൺ മസ്ക്. ഉഷ്ണതരംഗവും വരൾച്ചയും ശക്തമാകാൻ സാധ്യതയുള്ള കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ പ്രതിഭാസം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. 2026 ജൂൺ 30 ഇന്ത്യയുടെ കരസേനാ മേധാവിയായിട്ട് ചുമതലയേൽപ്പിച്ചത് ആര്? ജനറൽ ധീരജ് സേത്താണ് കേട്ടോ. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്താണ് ഇപ്പോ ഇന്ത്യയുടെ കരസേനാ മേധാവി. ലഫ്റ്റനന്റ് ജനറൽ. ചോദ്യം വരും, ധീരജ് സേത്ത്. നെക്സ്റ്റ് വൺ, 2026 പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിനും പി കേശവദേവ് ഡയാബ് സ്ക്രീൻ കേരള പുരസ്കാരത്തിനും അർഹനായ വ്യക്തികൾ ആരെല്ലാമാണ്? സുഭാഷ് ചന്ദ്രനും ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യവും. കേശവദേവ് സാഹിത്യ പുരസ്കാരം, പി കേശവദേവ് ഡയാബ് സ്ക്രീൻ കേരള പുരസ്കാരത്തിനും അർഹരായ വ്യക്തികളാണ് സുഭാഷ് ചന്ദ്രൻ, തങ്കം സുബ്രഹ്മണ്യം. ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽവേധ മിസൈലിന്റെയും പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് ഏത് ഇന്ത്യൻ സ്ഥാപനമാണ്? DRDO ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽവേധ മിസൈലിന്റെയും പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾ 3 ഭാഷകൾ പഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നയം ത്രിഭാഷാ നയം അല്ലേ. ഇതാണ് ത്രിഭാഷാ നയം. നിലവിൽ ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് ആണ്. ആരാണ്? ഹർമൻപ്രീത്. ഭാരത് ഇന്നവേറ്റേഴ്സ് 2026 പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുത്ത ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇമ്മാനുവൽ മാക്രോൺ ആണ് ഭാരത് ഇന്നവേറ്റേഴ്സ് 2026. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് ക്ലിഫ് ഹൗസ്. ഇന്ത്യയിലെ പ്രധാന ഓഹരി വിപണി സൂചികകളിലൊന്നായ നിഫ്റ്റി ഏത് സ്ഥാപനമാണ് നിയന്ത്രിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ പ്രധാന ഓഹരി വിപണി സൂചികകളിൽ ഒന്നാണ് ഏത്? നിഫ്റ്റി. ആ ഏത് സ്ഥാപനമാണ് അത് നിയന്ത്രിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്? ഈ സൂചികകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓഹരി വിപണിയിൽ വില ഉയരുമെന്ന് പ്രതീക്ഷിച്ച് വാങ്ങൽ നടത്തുന്ന നിക്ഷേപകരെ എന്താണ് വിളിക്കുന്നത്? ഓഹരി വിപണിയിൽ വില ഉയരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വാങ്ങൽ നടത്തുന്ന നിക്ഷേപകരെ എന്താണ് വിളിക്കുക? ബുള്ളുകൾ എന്നാണ്. ബുൾസ് ട്ടോ. 2026 കോമൺവെൽത്ത് ഗെയിംസ് ഏത് നഗരത്തിലാണ് നടക്കുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് ഏത് നഗരത്തിലാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലാണ് എന്ത് ചെയ്യുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. യൂറോ ചാമ്പ്യൻ സ്പെയിനിനെ ഞെട്ടിക്കുന്ന സമനിലയിൽ തളച്ച നവാഗതരായ കേപ്പ് വെർഡെയുടെ 40 വയസ്സുകാരൻ ഗോളിയുടെ പേര് ബൊസീന. യൂറോ ചാമ്പ്യൻ സ്പെയിനിനെ ഞെട്ടിക്കുന്ന സമനിലയിൽ തളച്ച നവാഗതരായ കേപ്പ് വെർഡെയുടെ 40 വയസ്സുകാരൻ ഗോളിയുടെ പേര് ബൊസീന. ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചെ. ഭവന സെൻസസ് സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കം എന്ന് മുതൽ? ഭവന സെൻസസ് സെൽഫ് എന്യൂമറേഷന് നമുക്കറിയില്ലേ, സെൻസസ് നടക്കുന്നില്ലേ, എന്യൂമറേഷൻ നടക്കുന്നില്ലേ? എന്ന് മുതൽ എന്ന് വരെയാണ് പൊതുജനങ്ങൾക്ക് ഓൺലൈനിൽ വിവരം നൽകാനുള്ള അവസരം? ജൂൺ 16 മുതൽ ജൂൺ 30 വരെ.
സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വനിതകൾക്കുള്ള KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്ക് തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 2026 ജൂൺ മാസം 15-ാം തീയതി. ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് രക്തം എത്തിച്ചു നൽകാനായി ആരംഭിച്ച കേരള പോലീസിന്റെ സംരംഭമാണ് പോൾ ബ്ലഡ്. ആവശ്യ സമയത്ത് രക്തം എത്തിച്ചു നൽകുന്ന കേരള പോലീസിന്റെ സംരംഭമാണ് എന്താണ്? പോൾ ബ്ലഡ്. ലോകത്തെ 7 പ്രധാന വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7 ഉച്ചകോടി. അതിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? G7 ഉച്ചകോടിയിലെ അംഗരാജ്യങ്ങൾ. അപ്പോ എന്താണ് G7 എന്ന് പറഞ്ഞാൽ? 7 പ്രധാന വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. അതില് അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. നമുക്കറിയാം അമേരിക്കയും ബ്രിട്ടനും അല്ലെ വമ്പൻ രാഷ്ട്രങ്ങളാണ് അല്ലെ. അതൊന്ന് ഓർത്ത് വെക്കുക. അമേരിക്ക, ബ്രിട്ടൻ മാറ്റി. ഇനി വരുന്ന 2 രാജ്യങ്ങൾ ജർമ്മനിയും ജപ്പാനും. മനസ്സിലായല്ലോ? നമ്മൾ എപ്പോഴും ലോകരാജ്യങ്ങളിൽ ഉറ്റുനോക്കുന്ന 2 രാജ്യമാണ് അമേരിക്കയും ബ്രിട്ടനും അല്ലെ. അമേരിക്ക, ബ്രിട്ടൻ അത് രണ്ടും മാറ്റി വെച്ചു. പിന്നെ 2 രാജ്യങ്ങളിൽ എന്ന് വരുന്ന ജപ്പാനും ജർമ്മനിയും. 4 ആയില്ലേ? ഇനി ഏതാ പഠിക്കാനുള്ളത്? കാനഡയും ഫ്രാൻസും ഇറ്റലിയും. കാനഡ, ഫ്രാൻസ്, ഇറ്റലി. പെട്രോളിൽ കലർത്തി ഉപയോഗിക്കുന്നതിലൂടെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്ന ജൈവ ഇന്ധനം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എത്തനോള്. കേരളത്തിന്റെ പരമ്പരാഗത നിഴൽപ്പാവ നാടക കലാരൂപം തോൽപ്പാവക്കൂത്ത്. 2026 സുജനപാൽ സാഹിത്യ പുരസ്കാരം നേടിയത് സുധാ മേനോനാണ്. സുജനപാൽ സാഹിത്യ പുരസ്കാരം സുധാ മേനോന്. രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയുമായ പ്രമുഖ കായിക താരം. ഇപ്പോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷയാണ് ആര്? PT ഉഷ. അതേപോലെ തന്നെ രാജ്യസഭ അംഗവുമാണ്. കേരള കാഷ്യൂ ബോർഡിന്റെ പുതിയ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് G ഉണ്ണികൃഷ്ണനാണ്. കാഷ്യൂ ബോർഡിന്റെ. ഇന്ത്യയുടെ നിലവിലെ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറും ആരാണ്? ഇപ്പൊ നിലവിലെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ്. ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ വരുണ്ടോ? ചോദ്യം വരും. മൃത്യുഞ്ജയ് കുമാർ നാരായൺ. അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് റെക്കോർഡിംഗ് ആർട്സ് ആൻഡ് സയൻസസ് നൽകുന്ന പ്രശസ്ത സംഗീത പുരസ്കാരം ഏതാണ്? ഗ്രാമി പുരസ്കാരം. ഗ്രാമി പുരസ്കാരം അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് റെക്കോർഡിംഗ് ആർട്സ് ആൻഡ് സയൻസ് നൽകുന്ന പ്രശസ്ത സംഗീത പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളി സ്മൃതി ദിനം ജൂൺ 18. അയ്യങ്കാളി സ്മൃതി ദിനമാണ് ജൂൺ 18. 38-ാം വയസ്സിൽ ലോകകപ്പിൽ ഹാട്രിക് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ലയണൽ ആൻഡ്രസ് മെസ്സി. ലയണൽ മെസ്സി ആണ് 38-ാമത്തെ വയസ്സിൽ ലോകകപ്പില് ഹാട്രിക് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താൻ കഴിയുന്ന പുതിയ സംവിധാനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞല്ലേ. ആ രേഖപ്പെടുത്താൻ കഴിയുന്ന പുതിയ സംവിധാനം പറയുന്നതാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. ജൂൺ 19 PN പണിക്കരുടെ ചരമദിനം. ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദേശം എവിടെയാണ്? നിലമ്പേരൂരാണ് കേട്ടോ. നീലംപേരൂരാണ് PN പണിക്കരുടെ ജന്മദേശം. ജൂൺ 10 PN പണിക്കരുടെ ചരമദിനമാണ്. അന്നാണ് ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് വർഷം മുതലുമാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്? പ്രീവിയസ് ചോദ്യങ്ങളാണ്. 1996 മുതലാണ്. 1996 മുതലാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. സ്റ്റാച്യു സൂപ്പർ ഫാൻ എന്നറിയപ്പെടുന്ന മബോല ഡിങ്ക എന്ന ആരാധകൻ ഏത് രാജ്യക്കാരനാണ്? കോങ്കോ ആണ്. സ്റ്റാച്യു സൂപ്പർ ഫാൻ എന്നറിയപ്പെടുന്ന മബോല ഡിങ്ക എന്ന ആരാധകൻ ഏത് രാജ്യക്കാരനാണ്? കോങ്കോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി കൊൽക്കത്ത നാഷണൽ ലൈബ്രറിയാണ്. കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ റാഗിംഗ് വിരുദ്ധ ആപ്പിന്റെ പേര് വരും ട്ടോ. ചോദ്യം വരും. കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ റാഗിംഗ് വിരുദ്ധ ആപ്പ് സിദ്ധാർത്ഥൻ സ്റ്റുഡൻസ് ഡിസ്ട്രസ് ആപ്പ്. നമുക്കറിയാം ഇപ്പൊ ഒരുപാട് കോളേജുകളിൽ റാഗിങ്ങിന് വിധേയമായിട്ട് ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുകയുണ്ടായി ഇല്ലേ. അങ്ങനെ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ റാഗിംഗ് വിരുദ്ധ ആപ്ലിക്കേഷന്റെ പേരാണ് സിദ്ധാർത്ഥൻ. ആ ഒരു കുട്ടി മരിച്ചില്ലേ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്. കേരള സർക്കാരിന്റെ പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ പേര് വരും. ചോദ്യം വരും. പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് വൺ കേരള കരുതൽ മിഷൻ. വൺ കേരള കരുതൽ മിഷൻ.
UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് ആണ്. ചോദ്യം വരും. UN സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറൻസ് ആണ്. അദ്ദേഹം ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗൽ ആണ് കേട്ടോ, പോർച്ചുഗൽ ആണ്. വിനോദസഞ്ചാരികൾക്കായി ട്രാവൽ ബജറ്റ് പ്രഖ്യാപിച്ച ട്രാവൽ കമ്പനി സാന്റമോണിക്ക. വിനോദസഞ്ചാരികൾക്കായിട്ട് ട്രാവൽ ബജറ്റ് പ്രഖ്യാപിച്ച ട്രാവൽ കമ്പനിയാണ് സാന്റമോണിക്ക. IPL ടീം ഡൽഹി ക്യാപിറ്റൽസിന്റെ പുതിയ ബാറ്റിംഗ് കോച്ച് യുവരാജ് സിംഗ് ആണ്. IPL ടീം ഡൽഹി ക്യാപിറ്റൽസിന്റെ പുതിയ ബാറ്റിംഗ് കോച്ച് യുവരാജ് സിംഗ് ആണ്. ഓക്കെ, ഇന്നിപ്പോ 3 ക്വസ്റ്റ്യൻസ് ആയി. ജൂൺ മാസത്തിലെ 2ാമത്തെ ക്ലാസ് ആണ്. ഇനി ജൂൺ മാസത്തില് ഇനി ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജൂൺ മാസത്തിലെ കറണ്ട് അഫെയർ കഴിയും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അതേപോലെ VFAക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് ക്ലാസ് വേറെ ക്ലാസ് ഇംഗ്ലീഷ് ഇട്ടിട്ട് വരുന്നുണ്ട്, മലയാളം ഇട്ടിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കറണ്ട് അഫെയർ ആയി. ഇനി എന്താണ്? GK വിഭാഗവും ഒപ്പം ചെയ്തു വരുന്നുണ്ട്. ക്ലാസ് ഒപ്പം കണ്ടുവരിക കേട്ടോ. താങ്ക് യു.